പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് കാണുന്നത് നന്ദിയില്ലായ്മയുടെയും വഞ്ചനയുടെയും നിരസനത്തിൻ്റെയും ദുരനുഭവം, വേദന സുവിശേഷത്തിലൂടെ കാണുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 15-16 വാക്യങ്ങളിൽ നാം കാണുന്നു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് യൂദാസിനെ കുറിച്ചാണ് പറയുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആരാണ് യൂദാസ്? ഈശോയുടെ ശിഷ്യൻ. മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ ഈശോ കൂടെ കൊണ്ടു നടന്നിരുന്ന ശിഷ്യൻ. മറ്റു ശിഷ്യന്മാരെ പോലെ തന്നെ ഈശോയുടെ മിനിസ്ട്രിയുടെ ഫലം അനുഭവിച്ചവൻ, ഈശോയുടെ സ്നേഹം അനുഭവിച്ചവൻ, ഈശോയുടെ പ്രവൃത്തികൾ കണ്ടവൻ. ഈശോ എല്ലാ കൃപകളും വരങ്ങളും യൂദാസിനും നൽകിയിരുന്നു. അങ്ങനെ ഈശോയുടെ മിനിസ്ട്രിയുടെ ഫലം അനുഭവിച്ച യൂദാസ് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് യേശുവിനെ ഒറ്റുകൊടുക്കാൻ തീരുമാനിക്കുന്നത്? ഒരുപക്ഷെ ഈശോയുടെ പ്രബോധനങ്ങളും ഈശോയുടെ കാഴ്ചപ്പാടുകളും തൻ്റെ അഭിരുചിക്ക് ചേർന്നതല്ലെന്ന് ബോധ്യപ്പെട്ട യൂദാസ് ഈശോനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈശോയുടെ ശിഷ്യത്വത്തിന് വിധേയപ്പെടാൻ മനസ്സില്ലാതെ, ഈശോയുടെ മിനിസ്ട്രി, ഈശോയുടെ നേതൃത്വം അംഗീകരിക്കാൻ താല്പര്യമില്ലാതെ യൂദാസ് തൻ്റേതായ വഴി തിരഞ്ഞെടുത്തു. നാശത്തിൻ്റെ വഴി. ഈശോയെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിക്കുന്നു. യൂദാസിൻ്റെ ഈ ദ്രോഹം നമ്മുടെ ജീവിതത്തിലും പല അവസരങ്ങളിലും ആവർത്തിക്കാറുണ്ട്. നാമും വേദനയുടെയും നിരസനത്തിൻ്റെയും വഞ്ചനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും എല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകാറുണ്ട്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, നമ്മുടെ കൂടെ നടന്നവർ, നമ്മുടെ സാന്നിധ്യം കൊണ്ട് നേട്ടമുണ്ടാക്കിയവർ, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ചവർ, നമ്മൾ സഹായിച്ചവർ, ഇവരെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കെതിരെ തിരിഞ്ഞ് നമ്മളെ ആക്രമിക്കുകയും നമ്മളെ വഞ്ചിക്കുകയും നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത പല അവസരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നവരാണ്. ഈശോയ്ക്ക് യൂദാസിൻ്റെ തീരുമാനം മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിലും അന്ത്യത്താഴ വേളയിൽ തൻ്റെ മേശയിൽ യൂദാസിനെയും മറ്റു ശിഷ്യന്മാരോടൊപ്പം കൂട്ടുന്നു. അധികം വേദനയോടെ, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഈശോ ഈ വഞ്ചനകൾക്ക് നടുവിൽ, ഈ ദ്രോഹത്തിന് നടുവിൽ സ്വയം മുറിച്ച് നമുക്കെല്ലാവർക്കും നൽകുന്നു. യൂദാസ് കൃപയോടെ ഈശോയെ സ്വീകരിച്ചില്ല, ഈശോയുടെ ശരീരം ഉൾക്കൊണ്ടില്ല. ആകയാൽ അവൻ നാശത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു. എന്നാൽ നാം ഇന്ന് ഈശോയുടെ തിരുമേശ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് ഈശോയെ സ്വീകരിക്കുന്നത്? കൃപയോടുകൂടിയാണോ? ഈശോയുടെ സ്നേഹത്തിന് പ്രത്യുപകാരമായി യൂദാസ് നൽകിയത് വഞ്ചനയാണ്. നമുക്ക് ഈശോയുടെ ബലിമേശ സമീപിക്കുമ്പോൾ ഹൃദയത്തിൽ അനുതാപമുള്ളവരായിരിക്കാം, നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ അവിശ്വസ്തതകളും വഞ്ചനകളുമെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. അങ്ങനെ അനുതാപമുള്ള ഹൃദയത്തോടെ ഈശോയെ സ്വീകരിക്കാം. പാപികളെ തേടി വന്ന ഈശോ നമ്മെ കൃപയാൽ നിറയ്ക്കും. നമുക്ക് കൃപയുടെ വഴി തിരഞ്ഞെടുക്കാം. വഞ്ചിക്കുന്നവരെല്ലാം, അല്ലെങ്കിൽ വഞ്ചന ആഗ്രഹിക്കുന്നവരെല്ലാം, ദ്രോഹം ചിന്തിച്ചു കൂട്ടുന്നവരെല്ലാം തിരഞ്ഞെടുക്കുന്ന വഴി നാശത്തിൻ്റെ വഴിയാണ്. ആ വഴി നമുക്ക് ഉപേക്ഷിക്കാം. ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്കായി സ്വയം മുറിച്ചു തന്ന ഈശോ, വേദനയുടെ നടുവിൽ, വഞ്ചനയുടെ നടുവിൽ സ്വയം മുറിച്ചു തന്ന ഈശോ, ആ ഈശോയുടെ സ്നേഹം, ആ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഏറ്റവും വിശുദ്ധിയോടുകൂടി, ഏറ്റവും ഹൃദയം നിറഞ്ഞ അനുതാപത്തോടും സ്നേഹത്തോടും കൂടി നമുക്ക് സ്വീകരിക്കാം. ഈ വിശുദ്ധ വാരത്തിൽ ഈശോയുടെ സ്നേഹത്തിന് പ്രത്യുത്തരമായി നമുക്ക് നൽകാൻ കഴിയുന്നത് സ്നേഹത്തോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണമാണ്. വഞ്ചനകൾക്ക് പരിഹാരമായി ഈശോയുടെ ഹൃദയത്തെ, ഈശോയുടെ ശരീരത്തെ നമുക്ക് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കാം. നമ്മെ ദ്രോഹിച്ചവരെയും നമ്മെ വഞ്ചിച്ചവരെയും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. നാം ഇപ്പോൾ കടന്നു പോകുന്ന വഞ്ചനയേറ്റ നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെല്ലാം ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോ തന്നെ അത് നമ്മളെ സൗഖ്യപ്പെടുത്തുകയും ഈശോ തന്നെ തൻ്റെ സ്നേഹം കൊണ്ട് നിറച്ച് നമ്മളെ ഈശോയുടെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. ആമേൻ. ഈ വചനം നമുക്ക് എല്ലാവർക്കും ഇന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയുടെ കുരിശുമരണത്തിനായി നമുക്ക് ഒരുങ്ങാം. ഈശോയുടെ ഉത്ഥാനത്തിനായി, ഈശോയുടെ മഹത്വം സ്വീകരിക്കാനായി നമ്മളെ തന്നെ ഈശോയുടെ കുരിശിങ്കൽ നമുക്ക് അടിയറ വയ്ക്കാം. ആമേൻ.